എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിഷു ഈസ്റ്റർ ആശംസകൾ. ഞാനിന്നിവിടെ പറയാൻ വന്ന വിഷയം ഫോട്ടോഷോപ്പിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അതിനായി ഗൂഗിളിൽ നിന്നും ഗൂഗിൾ ലാംഗ്വേജ് ഇൻപുട്ട് എന്നത് ഡൗൺലോഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കൂട്ടത്തിൽ നിന്ന് അനവധി ഭാഷകൾ ഇതിലുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഞാനിപ്പം മലയാളം എടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹിന്ദി വേണോ, ഏതെങ്കിലും അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പം മലയാളം മാത്രമേ എടുക്കുന്നുള്ളൂ. ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പം ഡൗൺലോഡ് കൊടുക്കുന്നില്ല. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ മലയാളവും ഇംഗ്ലീഷും എൻ്റെ കമ്പ്യൂട്ടർ. അടുത്തതായി ഇതുകൂടാതെ ഫോണ്ടുകൾ കൂടി ഡൗൺലോഡ് ചെയ്യണം. FML ഫോൺസ് എന്ന് ടൈപ്പ് ചെയ്ത് ഓണാക്കി ഇതും ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. അതും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. FML ഫോൺസ് ഇംഗ്ലീഷും ഉള്ള ഫോണാണെങ്കിൽ മലയാളത്തിലും ഉണ്ട് ഫോൺസ്. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് ഫയലാണ് കാണുന്നത്. FML ഫോൺസ് ആണ്. ഇതിനെ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ആൾ കോപ്പി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫോൺസ് എന്ന ഫയൽ ഉണ്ട്. അതല്ലേ, അനവധി ഫോൺസ് ഉണ്ട്. ഈ കൂട്ടത്തിലേക്ക് ഇതും പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് കൂടാതെ ഒന്നും കൂടി വേണം. വരമൊഴി, ടൈപ്പിറ്റ് തുടങ്ങിയ അനവധി ഫോട്ടോഷോപ്പിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അതായത് നമുക്ക് ടൈപ്പിറ്റാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ടൈപ്പിറ്റ് ഒന്ന് ഓണാക്കാൻ പോവുകയാണ് ഇപ്പോൾ. ഉണ്ടാവും. ഫോട്ടോഷോപ്പ് ഓണാക്കി ഇനി ഫയലിൽ നിന്നും ന്യൂ പേജോ ഒരു പിക്ചറോ എടുത്ത് അതിൽ നിന്ന് ടൈപ്പ് ചെയ്യാനാണ് ഞാൻ ന്യൂ പേജ് എടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്. ഞാനത് മലയാളത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ടൈപ്പ് ചെയ്യാനായി ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അല്ലേ, ടൈപ്പ് ചെയ്യുമ്പോൾ മംഗ്ലീഷായിരിക്കും വരുന്നത്. ഇതിപ്പോൾ എൻ്റെ പേരാണ് അടിക്കുന്നത്.
വിനായക്. ഞാൻ കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം ടൈപ്പെറ്റ് ഓൺ ആക്കുക. ടൈപ്പെറ്റിലേക്ക് നീ കൊണ്ടുവരികയാണ്. ടൈപ്പെറ്റിലേക്ക് എൻ്റെ പേര് വന്നിരിക്കുകയാണ്. അഞ്ചാമത് FML എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ നൽകുക. ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ടൂൾ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. ഞാൻ കളറും കൂടെ ചേർത്താണ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു FML ഫോൺസ് സെലക്ട് ചെയ്യാനാണ് വേണ്ടത്. ഞാൻ FML ഫോണ്ട് സെലക്ട് ചെയ്തു. എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് നൽകുക. ഇപ്പോൾ ഇവിടെ വിനായകെന്ന് വന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാ കൂട്ടുകാർക്കും ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതുവരെ തന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുവരെ ഇപ്പോൾ മനസ്സിലാക്കണം എല്ലാ കുട്ടികൾക്കും ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഇതിന് കളർ വ്യത്യാസം വരുത്തി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഫോണ്ടാണ്. ഞാൻ വേറൊരു ഫോണ്ടിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ വേറൊരു ആയിരിക്കുകയാണ്. അതുവരെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഫോൺസിലേക്ക് വിടാവുന്നതാണ്. ഇഷ്ടമുള്ള കളറും കൊടുക്കും. ഞാൻ വെള്ളം കൊടുത്തു. ഇതുവരെ കത്തുകളും എല്ലാം ടൈപ്പ് ചെയ്യാവുന്നതാണ്. കത്തുകൾ തുടങ്ങിയ പിന്നെ ഓഫീസിലേക്ക് അയക്കാനുള്ളത് തുടങ്ങിയ എല്ലാം ഫോട്ടോഷോപ്പിൽ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ഈസ്റ്റർ